റോമിലിരുന്നു കൊണ്ട് അല്ലെങ്കിൽ വത്തിക്കാനിരുന്നു കൊണ്ട് മാർപ്പാപ്പ ഒരു ഓർഡർ ഇട്ടെന്നാൽ ഈ ക്രിസ്ത്യാനി സമൂഹം മാത്രമല്ല, മുസ്ലിങ്ങളും അതോടൊപ്പം തന്നെ ഹിന്ദുക്കൾക്കും ഒരു വലിയ മാറ്റം ഉണ്ടാവും. ഈ മൂന്ന് മതങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലുള്ള മൂന്ന് മതങ്ങളെ രക്ഷിക്കാൻ പറ്റും. കേരളത്തിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷേ ലോകത്തിൽ മുഴുവനും ഒരു മാറ്റം ഉണ്ടാവും. ഇന്ന് വിഗ്രഹാരാധികളോടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൈവത്തിന് അറപ്പായിരിക്കുന്ന വിഗ്രഹാരാധനയാണ്. അത് ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മനുഷ്യരുടെ മുമ്പിൽ ഉന്നതമായത് ദൈവത്തിൻ്റെ മുമ്പിൽ അറപ്പാണെന്നാണ്. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വിഗ്രഹാരാധനയാണ് മനുഷ്യനെ നശിപ്പിക്കുന്നത്. വിഗ്രഹാരാധികളാണ് അതിനോടനുബന്ധിച്ച് മദ്യപാനികളായി മാറുന്നതും ദ്രവ്യാഗ്രഹമുള്ളവരായി മാറുന്നതും മതപരമായിട്ട് വഴക്കുണ്ടാകുന്നതും കൊല്ലുന്നതുമൊക്കെ എല്ലാം ഈ വിഗ്രഹാരാധന മുഖാന്തരമാണ്. അപ്പം ഇന്ന് മാർപ്പാപ്പയ്ക്കുള്ള അധികാരം വെച്ചിട്ട് മാർപ്പാപ്പ റോമിൽ ഇരുന്നു കൊണ്ട് ഒരു ഓർഡർ ഇട്ടെന്നാൽ ഈ ലോകം മുഴുവനും അത് അംഗീകരിക്കുവാൻ പറ്റും. കാരണം എന്താ? മാർപ്പാപ്പയ്ക്ക് അതിനുള്ള അധികാരമുണ്ട്. ഇന്ന് ലോകത്തിൽ ആർക്കാണ് ഇത്രയും സ്വാതന്ത്ര്യമുള്ളത്? ഏത് രാജ്യത്ത് പോകണമെങ്കിലും മാർപ്പാപ്പയ്ക്ക് പോകാം. ഏത് റൂട്ടിൽ കൂടെ പോകണമെങ്കിലും മാർപ്പാപ്പയ്ക്ക് പോകാം. മാർപ്പാപ്പയ്ക്ക് അത്ര സെക്യൂരിറ്റിയാണ്. അപ്പോൾ അത്രയും അധികാരമുള്ള ഒരാൾ ഇന്ന് പത്രോസിൻ്റെ സ്ഥാനത്താണ് ഇരിക്കുന്നെങ്കിൽ പത്രോസ് എന്താണ് ചെയ്തതെന്ന് നോക്കണ്ടേ? പത്രോസ് വിഗ്രഹാരാധിയല്ലായിരുന്നു, വിഗ്രഹാരാധനയോട് വെറുക്കുന്നവനായിരുന്നു. അപ്പോസ്തലന്മാരാരും യേശു ക്രിസ്തുവിൻ്റെ കൂടെ നടന്നിട്ടുള്ള അപ്പോസ്തലന്മാരാരും വിഗ്രഹാരാധികരല്ല. അവർ വിഗ്രഹത്തെ ഉണ്ടാക്കുന്നവരല്ല. അവർ കാണാതെ വിശ്വസിക്കുന്നവരാണ്. യേശു പറഞ്ഞു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നാണ് യേശു പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഒരു വിഗ്രഹം ഉണ്ടാക്കി, ആ ദൈവത്തിൻ്റെ പേരിൽ ഒരു വിഗ്രഹം ഉണ്ടാക്കി, ആ ദൈവത്തിനോടുള്ള മഹത്വവും ആ ദൈവത്തിനോടുള്ള സ്തുതിയും ആ ദൈവത്തിനോടുള്ള പുകഴ്ചയും ഈ വിഗ്രഹത്തിന് കൊടുത്താൽ എന്തായിരിക്കും? യേശു കർത്താവാണ് പറഞ്ഞത്, ജാതികൾ ബലി കഴിക്കുന്നത് ആർക്കാണ്? ഭൂതങ്ങൾക്കാണെന്നാണ്. ബലി കഴിക്കുന്ന ആർക്കാണ്? വിഗ്രഹങ്ങൾക്കാണ് ബലി കഴിക്കുന്നത്. പക്ഷെ അത് പോകുന്നത് ഭൂതങ്ങൾക്കാണെന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇന്ന് ഈ ക്രിസ്തു മതത്തിൻ്റെ കീഴിൽ നിൽക്കുന്ന ധ്യാന ഭവനങ്ങളുണ്ട്. നമുക്കിപ്പോൾ എടുത്തു പറയാവുന്ന 2-3 ധ്യാന ഭവനങ്ങളുണ്ട്. ഒന്ന് മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രമാണ്, മറ്റൊന്ന് IMS ആണ്, മറ്റൊന്ന് കൃപാസനമാണ് നമ്മുടെ അറിയപ്പെടുന്നത്. ഇത് മൂന്നും എന്താണ് നമുക്ക് ഗുണം ചെയ്യുന്നത്? ഇന്ന് ലോകത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഈ കേരളത്തിലുള്ള വിശ്വാസികളെ ദൈവത്തിങ്കിലേക്ക് അടുക്കുന്നതിന് തടസ്സം കൊണ്ടുവരുന്ന ഒരു